ടെക് ന്യൂസിൻ മലയാളത്തിലോട്ട് ഏവർക്കും സ്വാഗതം. ആമസോൺ പാൻട്രിയും ആമസോൺ ഫ്രഷ് സ്റ്റോറും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നു. ഇതുവരെ രണ്ടും സെപ്പറേറ്റ് സെക്ഷൻ ആയിരുന്നു. ഇതിൽ കസ്റ്റമേഴ്സിന് 2 മണിക്കൂർ കൊണ്ട് തന്നെ ഡെലിവറി കിട്ടും. ഓസ്ട്രേലിയയിൽ ലാൻഡ്മാർക്ക് ലെജിസ്ലേഷൻ റൂള് അടുത്ത ആഴ്ച അവതരിപ്പിക്കും എന്നാണ് റിപ്പോർട്ട്. ഇത് വന്നാൽ ഗൂഗിൾ, ഫേസ്ബുക്ക് അടക്കമുള്ള കമ്പനികൾ അവരുടെ കണ്ടന്റ്സിന് പബ്ലിഷേഴ്സിന് പൈസ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഇത് കാരണം ഗൂഗിൾ ഓസ്ട്രേലിയയിൽ നിന്നും പിന്മാറിയേക്കാം. ട്വിറ്ററിൽ ഫേക്ക് ന്യൂസും കണ്ടന്റ് റെഗുലേഷനും വേണ്ടിയിട്ടുള്ള കേസിൽ സുപ്രീം കോടതി ട്വിറ്ററിനോടും കേന്ദ്ര ഗവൺമെന്റിനോടും വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ബോട്ട് റോക്കേഴ്സ് 255 Pro Plus എന്ന വയർലെസ് ഇയർഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ IPX7 റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. 40 മണിക്കൂർ ബാറ്ററി ലൈഫാണ് കമ്പനി അവകാശപ്പെടുന്നത്. ഇതിന്റെ വില വരുന്നത് 1499 രൂപയാണ്. യൂണിവേഴ്സിറ്റി ഓഫ് കൊളറാഡോ ബോൾഡേഴ്സിലുള്ള റിസർച്ചേഴ്സ് മനുഷ്യ ശരീരത്തിലെ ചൂട് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന ബ്രേസ്ലെറ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. 1 സ്ക്വയർ സെന്റിമീറ്ററിൽ നിന്നും 1 വോൾട്ട് എനർജി ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഗൂഗിൾ ഫോട്ടോസിൽ ആൻഡ്രോയിഡിൽ വീഡിയോ എഡിറ്ററിൽ പുതിയ ഫീച്ചേഴ്സ് എത്തിയിരിക്കുകയാണ്. പിന്നെ പോർട്രേറ്റ് ബ്ലർ, കളർ പോപ്പ്, പോർട്രേറ്റ് ലൈറ്റ് പോലുള്ള ഫീച്ചേഴ്സ് നോൺ പിക്സൽ യൂസേഴ്സിനും ലഭിക്കും. ഇൻസ്റ്റാഗ്രാം റോബർട്ട് എഫ് കെനഡി ജൂനിയറിന്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. COVID-19 വാക്സിൻ മിസ്ഇൻഫോർമേഷൻ കാരണമാണിത്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ 28 മില്യൺ പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നാണ് റിപ്പോർട്ട്. ഡിസ്നി പ്ലസിൽ 94.9 മില്യൺ പെയ്ഡ് സബ്സ്ക്രൈബേഴ്സ് ആണുള്ളത്. യൂറോ 2020 ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗ്ലോബൽ സ്പോൺസേഴ്സ് ടിക്ടോക്ക് ആയിരിക്കും. ട്വിറ്ററിൽ വേൾഡ് ലീഡേഴ്സിനെയും ഗവൺമെന്റ് അക്കൗണ്ട്സും ഐഡന്റിഫൈ ചെയ്യാൻ പുതിയ ലേബൽ വരുന്നു. ആൻഡ്രോയിഡ് 12ന്റെ ഹൈ റെസൊല്യൂഷൻ വാൾപേപ്പർ പുറത്തു വന്നിരിക്കുകയാണ്. ഗൂഗിളിന്റെ പുതിയ ആൻഡ്രോയിഡ് TV അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. VLC പ്ലെയർ 3.5 ബില്യൺ ഡൗൺലോഡ്സ് പിന്നിട്ടിരിക്കുകയാണ്. VLC പ്ലെയറിൽ മേജർ UI അപ്ഡേറ്റ് വരുന്നുണ്ട്. ആപ്പിൾ വാച്ച് സെയിൽ ഗ്ലോബലി 100 മില്യൺ കടന്നിരിക്കുകയാണ്. 10% ഐഫോൺ യൂസേഴ്സ് മാത്രമേ ആപ്പിൾ വാച്ച് ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് റിപ്പോർട്ട്. നോക്കിയ 6300 4Gയുടെ സെയിൽ US സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇത് ഫീച്ചർ ഫോണാണ്. $70 ഇതിന്റെ വില. മൈക്രോസോഫ്റ്റ് ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ വിൻഡോസ് 10 അപ്ഡേറ്റ് റോൾ ഔട്ട് ചെയ്തിരിക്കുകയാണ്. വിവോ കർവ്ഡ് ഫോൾഡബിൾ ഡിസ്പ്ലേ ഉള്ള ഫ്ലിപ്പ് ഫോണിന്റെ ഡിസൈന് പാറ്റന്റ് ചെയ്തിരിക്കുകയാണ്. ഫോണിന്റെ പിന്നിൽ 5 ക്യാമറ സെൻസേഴ്സ് വരുന്നുണ്ട്. ISROയും മാപ്മൈ ഇന്ത്യയും ചേർന്ന് ഗൂഗിൾ മാപ്പിന് പകരമായിട്ടുള്ള മാപ്പ് കൊണ്ടുവരുന്നു എന്നാണ് റിപ്പോർട്ട്. ഗൂഗിളിന്റെ മാപ്സ്, യൂട്യൂബ്, ജിമെയിൽ, ക്രോം ഉൾപ്പെടെ പോലുള്ള ആപ്പുകൾ iOSൽ പ്രൈവസി ലേബൽ ഇൻഫോർമേഷൻ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. HBO Max ലാറ്റിൻ അമേരിക്കയിലും കരീബിയനിലും ഈ ജൂണിലെത്തും. യൂറോപ്പിൽ പിന്നീടെത്തും. വിൻഡോസ് 10ൽ സാംസങ് ക്വിക്ക് ഷെയർ ആപ്പ് എത്തിയിരിക്കുകയാണ്. TCL P725 എന്ന TV അടുത്തന്നെ ഇന്ത്യയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട്. ഇത് വളരെ സ്ലിം ആയിട്ടുള്ള TV ആയിരിക്കും. ഇത് മിനി LED TV ആണ്. ഇതിലെ Android 11 സോഫ്റ്റ്വെയർ ആയിരിക്കും വരിക. ജിയോ യൂസേഴ്സിന് ജിയോ TVയിൽ ഫ്രീ ആയിട്ട് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് മാച്ച് ലൈവായിട്ട് കാണാം. ഗവൺമെന്റ് സോഷ്യൽ മീഡിയയും OTT പ്ലാറ്റ്ഫോമും റെഗുലേറ്റ് ചെയ്യാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. സാംസങ്ങിന്റെ 3 സെൽഫി ക്യാമറയുമായിട്ട് വരുന്ന ഫോണിന്റെ ഡിസൈന് സാംസങ് പാറ്റന്റ് ചെയ്തിരിക്കുകയാണ്. ഹോണർ V40 എന്ന ഫോണിന് EEC സർട്ടിഫിക്കേഷൻ ലഭിച്ചിരിക്കുകയാണ്. ഈ ഫോണിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക്കിന്റെ Dimensity 1000+ എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇതിൽ 5G സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിന്റെ പിന്നിൽ 50 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 16+ TOF ലെൻസിന്റെ ഡ്യുവൽ ക്യാമറ സെറ്റപ്പുമാണ് വരുന്നത്. ഈ ഫോണിൽ 4000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50 വാട്ടിന്റെ വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. മോട്ടോ E7 പവർ എന്ന ഫോൺ ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ ഫോണിന് സിംഗിൾ കോറിൽ 152 പോയിന്റും മൾട്ടി കോറിൽ 879 പോയിന്റുമാണ് ലഭിച്ചിരിക്കുന്നത്. മീഡിയാടെക്കിന്റെ ഹീലിയോ P22 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിന്റെ 4GB RAM വെർഷനാണ് ഇപ്പോൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഫോണിന്റെ ഫ്രണ്ടിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനുള്ള നോച്ച് വരും. പിന്നെ ഫോണിന്റെ പിന്നിൽ 13 MP ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 5 MP സെൽഫി ക്യാമറയും വരും. 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പോക്കോ ഇക്കൊല്ലം പുതിയൊരു സ്മാർട്ട് ഫോൺ സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നാണ് റിപ്പോർട്ട്. ബ്ലാക്ക്ബെറിയുടെ ഫിസിക്കൽ കീബോർഡുള്ള 5G ഫോൺ ഇക്കൊല്ലം ലോഞ്ച് ചെയ്തേക്കാം എന്നാണ് റിപ്പോർട്ട്. റെഡ്മി K40 Proയുടെ ആദ്യത്തെ ഹാൻഡ്സ് ഓൺ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഫോണിന്റെ പിന്നിൽ ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ ഫോണിന്റെ പിന്നിൽ 108 MP മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും വരിക എന്നുള്ള കാര്യം ഇതിൽ നിന്ന് കൺഫേം ആയിട്ടുണ്ട്. പിന്നെ മുമ്പുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ചിട്ട് ഈ ഫോണിൽ 6.81 ഇഞ്ചിന്റെ ക്വാഡ് HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യും. പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഫോണിൽ വരിക.
പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ 30 മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ 12 GB റാം വരെ വരുന്നതായിരിക്കും. പിന്നെ 5000 mAh ബാറ്ററിയുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോൺ ഫെബ്രുവരി 25 ചൈനയിലാണ് ആദ്യം ലോഞ്ച് ചെയ്യുന്നത്. ലെനോവോ ടാബ് P11 Pro എന്ന ടാബ്ലറ്റ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ 11.5 ഇഞ്ചിൻ്റെ WQXGA ഡിസ്പ്ലേ ആണ് വരുന്നത്. OLED ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ 730G എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഈ ഫോണിൽ 6 GB റാമും 128 GB ഇന്റേണലുമാണ് വരുന്നത്. ഫോണിൻ്റെ പിന്നിൽ 13+5 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും ഫ്രണ്ടിൽ 8+8 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പുമാണ് വരുന്നത്. പിന്നെ ഈ ടാബിൽ 8000 mAh ബാറ്ററി വരുന്നുണ്ട്. ഇതിൻ്റെ വില വരുന്നത് 44,990 രൂപയാണ്. പിന്നെ കീബോർഡ് കവറും കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഈ ടാബിൻ്റെ വില വരുന്നത് 49,990 രൂപയാണ്. MI 11 Ultra എന്ന ഫോണിൻ്റെ ഹാൻഡ്സ് ഓൺ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. ഇതിൽ 6.8 ഇഞ്ചിൻ്റെ കേർഡ് OLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ ഒരു സെക്കൻഡ് ഡിസ്പ്ലേയും വരുന്നുണ്ട്. ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇതിൽ 67 വാട്ടിൻ്റെ വയർഡ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 67 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ 10 വാട്ടിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഈ ഫോണിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ ഹാർമൻ കാർഡിൻ ട്യൂൺ ചെയ്തിട്ടുള്ള സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഫോൺ വരിക. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ റിയർ ക്യാമറ ആണ് വരുന്നത്. ഇതിൽ മെയിൻ സെൻസർ 50 മെഗാ പിക്സലുമായിട്ടാണ് വരുന്നത്. പിന്നെ 48 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 48 മെഗാ പിക്സലിലെ പെരിസ്കോപ്പ് ലെൻസും വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ 120x അൾട്രാ പിക്സൽ AI ക്യാമറ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഫോണിൽ 120x സൂം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ 20 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. സാംസങ് S21 FE എന്ന ഫോണിൻ്റെ ചില ഡീറ്റെയിൽസ് ലീക്ക് ആയിരിക്കുകയാണ്. SMG990B എന്ന മോഡൽ നമ്പറിലായിരിക്കും ഈ ഫോൺ വരിക. ഈ ഫോണിൽ സ്നാപ്ഡ്രാഗൺ 870 എന്ന പ്രോസസ്സർ വരാനാണ് സാധ്യത. പിന്നെ ഈ ഫോണിൽ മെമ്മറി കാർഡ് സ്ലോട്ട് വരില്ല. ഈ ഫോണിൽ 128 GB ഇന്റേണൽ വെർഷനും അതുപോലെ 256 GB ഇന്റേണൽ വെർഷനും വരുന്നതായിരിക്കും. പിന്നെ ഫോണിൻ്റെ പിന്നിൽ 12 മെഗാ പിക്സലിലെ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിലെ സെൽഫി ക്യാമറ ആയിരിക്കും വരിക. പിന്നെ ഈ ഫോണിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഫോൺ വൈറ്റ്, സിൽവർ, പിങ്ക്, വയലറ്റ്, ഗ്രേ എന്നീ കളർ വേരിയൻസിലായിരിക്കും വരിക എന്നാണ് റിപ്പോർട്ട്. റിയൽമി നാർസോ 30 സീരീസിൻ്റെ കൂടെ ഗെയിമിംഗ് ആക്സസറീസും ലോഞ്ച് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഇതിൽ മൗസും പാഡും വരും. അതുകൊണ്ട് തന്നെ ചിലപ്പം ഭാവിയിൽ റിയൽമിയുടെ ലാപ്ടോപ്പും ലോഞ്ച് ചെയ്തേക്കാം. ഷവോമി MD മനുകുമാർ ജെയിന് ക്ലോൺ മോഡ് യൂസ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്തൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ഫോൺ കാണിക്കുന്നുണ്ട്. ഇത് റെഡ്മി നോട്ട് 10 സീരീസിൽ വരുന്ന ഫോണായിരിക്കാനാണ് സാധ്യത എന്നാണ് പറയപ്പെടുന്നത്. റിയൽമി X7ലും കുറഞ്ഞ വിലയിൽ വരുന്ന 5G ഫോൺ റിയൽമി ലോഞ്ച് ചെയ്യുമെന്ന് മാധവ് സേത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇത് റിയൽമി നാർസോ 30 സീരീസിലെ ഫോണായിരിക്കാനാണ് സാധ്യത.